ഒരു പാട്ട് മൂളി വെയിൽ നീളവെ ഞാൻ പൊളിക്കും. പതിയെ പറന്നെന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. വേറെ പണിയൊന്നുമില്ല നിങ്ങക്ക്. കാരോക്കെയാണ്. എടേ കാരോക്കെ ഈ കാരോക്കെയും പാടി കുത്തിരുന്നു നിങ്ങള്. എനിക്ക് മധുരമായി സംസാരിച്ചു. ഞാൻ നല്ല മൂഡിൽ ഇങ്ങനെ ഇരിക്കലായിരുന്നു. നല്ല റൊമാൻറ്റിക് മൂഡിലൊന്നും നല്ല പോലെ റൊമാൻറ്റിക് ആയിട്ട് സംസാരിച്ചൂടെ നിനക്ക്? റൊമാൻറ്റിക് നിങ്ങള് അതൊക്കെ അശോകേട്ടൻ. ഓഫ്, അവളെങ്ങനെ വിളിക്കണ കേക്കണം. മഞ്ജു വിളിക്കുമ്പത്തിനും എന്താ ചേട്ടാ ഇങ്ങോട്ട് കേക്കലുണ്ട്. എരമംഗലത്തേക്ക് കേക്കലുണ്ട്. അശോകേട്ടനും മഞ്ജു നിങ്ങൾ കൂടുതൽ വർത്താനം പറയാണ്ട്. കുറച്ച് പഞ്ചസാരയും കുറച്ച് മൈദയും 10 കോഴിമുട്ടയും മേടിച്ചു കൊടുന്ന ഇത്ര പെട്ടെന്ന് ഇതൊക്കെ തീർന്നപ്പോ വെറുതെ പിന്നെന്താ എടുത്താ തീരില്ലേ? ഓ, ആ മഞ്ജുവിന്റെ കെട്ടിയോൻ അശോകേട്ടൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോഴത്തേക്ക് സാധനങ്ങൾ ഇവിടെ എത്തിക്കും. ഇവിടെ അല്ല, ഇവിടെ അല്ല, അവിടെ. നിങ്ങപ്പോ എന്താ വേണ്ടേ? പഞ്ചസാരയും എന്തും കോഴിമുട്ടയും മൈദയും. മൈദ. പിന്നെ ഈ 14-ാം തീയതി എന്റെ അമ്മയുടെ മോളുടെ കല്യാണം. അപ്പൊ എനിക്ക് ചുരിദാർ വേണം. കുട്ടികൾക്ക് 2 പേർക്കും പാന്റും ഷർട്ടും വേണം. കഴിഞ്ഞ മാസത്തിൽ ഒരു ചുരിദാറും മഞ്ജുവിന്റെ കെട്ടിയോൻ ഏത് നേരും എല്ലാ ബർത്ത്ഡേക്കും എല്ലാ വിശേഷങ്ങൾക്കും ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ മേടിച്ചു കൊടുക്കും. ഇത് ഇവിടെ ഒരുത്തൻ ആണ്ടിലും അർദ്ധിക്കും പറഞ്ഞ മാതിരിയാ ഒരു ചുരിദാർ ചോദിക്ക. അപ്പൊ അങ്ങനെ ഇതിങ്ങനെ മഞ്ജുവിന്റെ കെട്ടിയോനെ സർക്കാർ ഉദ്യോഗസ്ഥന, എല്ലാം കൈക്കൂലൊക്കെ ഓടിച്ചിട്ട് അപ്പൊ ചുരിദാറൊക്കെ ഓടിക്കാം. നിനക്ക് നാണും വേണ്ട മനുഷ്യനാ മഞ്ജുവിന്റെ കെട്ടിയോൻ എന്തെങ്കിലും പറയാന്? അയാളുടെ ഉദ്യോഗം, അയാളുടെ സ്വഭാവം. തന്നക്ക് തന്നെ മഞ്ജുവിനെ എവിടെ കൊണ്ടുവച്ചിരിക്കുന്ന വാർപ്പിന് മോള് ആകാശത്ത്. ഓള് പറഞ്ഞ് കേക്കണം. എന്റെ ഏട്ടൻ അങ്ങനെ ചേരുന്നു, എന്റെ അശോകേട്ടൻ അങ്ങനെ ചേരുന്നു, എന്റെ അശോകേട്ടൻ ഇങ്ങനെ ചേരുന്നു. എന്ത് തേങ്ങ ഇവിടെ ഉള്ളത്? അശോകന്റെ സ്വഭാവം എനിക്കറിയുന്നത്. പിന്നെ ഇക്കറിയണല്ലേ? സത്യത്തിൽ അശോകേട്ടൻ ഒരു പാവാണ്. എപ്പൊ നോക്കിയാലും ഓളങ്ങനെ സ്നേഹിച്ചും സന്തോഷിപ്പിച്ചും അവളോടുള്ള പ്രണയം പറഞ്ഞു. ഇത് അല്ല, ഈ ഫെബ്രുവരി 14 നിങ്ങൾ എന്തൊക്കെ പിടിച്ചെന്ന്? ഫെബ്രുവരി 14 ഫെബ്രുവരി 14 എന്ന് പറഞ്ഞാൽ നിന്റെ ബർത്ത്ഡേ ഒന്നല്ലല്ലോ. മോരടൻ വാലന്റൈൻസ് ഡേ അല്ലെന്ന്. ഇതൊക്കെ ഇംഗ്ലീഷുകാർ ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളല്ലേ. ഇംഗ്ലീഷുകാർ മാത്രമൊന്നുമല്ല, ആ മഞ്ജുവിന്റെ കെട്ടിയോൻ അന്ന് ഓളെ രാവിലെ മുതൽ സന്തോഷിപ്പിച്ചിട്ട് കേക്ക്, പിന്നെ എത്ര പോകുന്ന ചോക്ലേറ്റ്, അതിന്റെ നടുവിലിങ്ങനെ ലവ് ചിഹ്നം അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ എന്ത് പിന്നെ എന്തൊക്കെ, പിന്നെ ഓൾക്ക് കാർഡിൽത്ത വള മാല, പിന്നെ ഓൾക്ക് ഡ്രസ്, നൈറ്റില് സിനിമ. ഇവിടെ ഒരു മുട്ടായി കണ്ട പോലും പിടിച്ചൊന്നുമില്ല. മൈദമാവല്ലേ? മൈദമാവ് മാത്രല്ല, പഞ്ചസാര, കോഴിമുട്ട. അതെങ്കിലും അശോകേട്ടൻ ഒരു കാര്യം ആലോചിച്ചിട്ട് യോഗം വേണം, അല്ലാണ്ട് എന്താ അതിനെങ്ങനെ ഒരു മുരടനെ കിട്ടിയത്? അശോകേട്ടൻ നിനക്കിപ്പോ പൊറാട്ട അല്ല മൈദമാവല്ലേ ഉണ്ട്, ഞാൻ മേടിച്ചിട്ട് വരാം. എന്തിന്റെ ചെരുപ്പ് ഇടേണ്ടിന്ന് എല്ലാം കൂടി ഞാനൊന്നും അശോകേട്ടന്. അപ്പൊ ഞാൻ പോയിട്ട് വരാം. എങ്ങോട്ട്? ഞാൻ പറഞ്ഞില്ലേ ഗെറ്റ് ടുഗദറിന്. ആരെ? ഞാൻ ഇന്നലെ മുതൽ പറയൽ തുടങ്ങിയല്ലേ നിങ്ങളടുത്ത്? ഇന്നലെ മുതൽ അതിന് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടല്ലോ. ആണോ? ഒന്നും കേട്ടിട്ടില്ല? നീ കേട്ടില്ലെങ്കിൽ ഇപ്പൊ ഒന്നും കൂടി കേട്ടോളെ. ഞാൻ പോവാ എന്തായാലും. ഡൈവോഴ്സിനുള്ള ബാക്കി കാര്യം ഞാൻ കാണിച്ചു തരാം. അതിനൊക്കെ തീരുമാനമാക്കിട്ട് തന്നെ ബഹളം. അയ്യോടെ, അതാണെങ്കിൽ ഇന്നലെ പുതിയ ചുരിദാറും മറ്റോ ബാഗും ഇതൊക്കെ ഇട്ടിട്ട് ഗെറ്റ് ടുഗദറിന് അഴിഞ്ഞാടാൻ വേണ്ടിട്ടാ. ഞങ്ങള് പോയതോ? എടോ, ആണുങ്ങൾ പോണ മാതിരിയല്ല പെണ്ണുങ്ങൾ പോണത്. കൊമ്പുണ്ടായിട്ടല്ല. ഇപ്പൊ ഞാൻ തന്നെ നമ്മളെ പരിപാടിക്ക് പോയ സമയത്ത് ഞാൻ ഒരുപാട് സംഭവങ്ങൾ കണ്ടപ്പോ എനിക്ക് ആകെ ഒരു അയ്യേ. അശോകേട്ടനല്ലേ, ഞാൻ കാണിച്ചു തരാം. വീഡിയോ എടുത്തിരുന്നു അവർക്ക് കാണിച്ചു കൊടുക്കണം. ഇതിപ്പോ നമ്മളെ കുറെ പെണ്ണുങ്ങളെ ഫ്രണ്ട്സുകളൊക്കെ വന്നില്ലേനോ? അപ്പൊ അവിടെ ഡാൻസും
ഓരോ പെണ്ണുങ്ങൾ എന്റെ മേലേക്ക് ഇങ്ങനെ ചാടി കയറുക, ആ, അത് വേറെ നിങ്ങളെ ആളെ മേലേക്ക് ചാടി. കയ്യിലിരിപ്പുണ്ടാവും. അല്ല ഞാൻ അങ്ങോട്ടല്ല അതാ മനസ്സിലായി. പറയുന്നത്. അപ്പൊ ഈ പെണ്ണുങ്ങൾക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ആ, പെണ്ണുങ്ങൾ എന്താ ചെയ്യുക, ആണുങ്ങളൊന്നും അല്ല. ആണോ? ഇപ്പൊ അപ്പൊ അനക്കാട് തോന്നിയാലോ അവിടെ ഒരു ചെക്കനോട് ആണിന്റെ അടുത്തേക്ക് പോയിട്ട് ഡാൻസ് കളിച്ച് ചാടാനൊക്കെ. ഡാൻസ് കളിക്കും, ആകാശം ഇടിഞ്ഞു വീഴുവോ ഡാൻസ് കളിച്ചാ? അല്ല എന്തിനാണ് ഇതിപ്പോ അങ്ങനത്തെ കാര്യങ്ങളാകുമ്പോൾ ശരിയാവുന്നാവില്ല ഈ പറഞ്ഞ എനിക്ക് ശരിയാവില്ല, അതാണ്. എനിക്ക് ശരിയാവുമെങ്കിൽ എനിക്കും ശരിയാവും. ആ. അതുകൊണ്ടേ ഞാൻ എന്തായാലും പോകും. നിങ്ങൾ പറയണമെന്ന് ഞാൻ കേൾക്കാൻ എന്താ വെച്ചേക്കണ്. പിന്നെ ഞാന് പുതിയ ഡ്രസ്സും ഇതൊക്കെ എടുത്ത് നിങ്ങൾ പറഞ്ഞ് കേൾക്കാനാണല്ലോ. ഇന്നലോട് ഞാൻ പറയണത് ഞാൻ തിരിച്ചും കൂടെ വരാൻ ഞാൻ എന്റെ പുറകെ ചോദിക്കോ. നിങ്ങൾ ഒന്ന് കേട്ടോ, പോന്ന് പറഞ്ഞ പോവും. ഞാൻ തിരിച്ച് ഈ വീട്ടിൽ പോകുന്ന ചെയ്യും. പിന്നെ പോന്നറിയാ ഞാൻ വിട്ടോ ഇങ്ങോട്ട് കേറ്റൂല. ഉറപ്പാ ഞാൻ പറഞ്ഞാൽ കേട്ടോ, ഇങ്ങോട്ട് കേറ്റൂല. ആണോ? എന്റെ പുറകെ പോണം. നിങ്ങള് കേറ്റണ്ടേ, ഞാൻ കേറിക്കോളാം. ഇത് നിങ്ങളെ മാത്രം കേറാൻ ഞാൻ തുറന്നിട്ടുണ്ട് വായില്. പിന്നെ നിങ്ങള് വാതിൽ ചോണക്കുട്ടിയാണ് ഇറങ്ങോ. അപ്പൊ കാണുന്ന ചോണക്കുട്ടിയാണ് ഗെറ്റ് ടുഗദറിന് വെറുതെ പോയി ഈ പാർട്ടി ഞാൻ കെട്ടില്ല. നേരെ എന്റെ പുറയിലേക്ക് പോയിക്കോരാ. ഇത് ഞാനാ പറഞ്ഞ നിങ്ങൾക്ക് അറിയില്ല. ഞാൻ പോയിട്ട് ഈ പെരേക്ക് തന്നെ വരും ചെയ്യും. നോക്കിക്കോ. പാലക്കൊണ്ട് എല്ലാ കളി കളിക്കുന്ന തികച്ചറിയില്ല ഇവിടെ. അങ്ങനെ തന്നെ നെൽപ്പട്ടിയാ ഞാൻ. പിന്നെ നിങ്ങൾക്ക് ഇന്നെ തയ്ച്ചൊന്നും അറിയില്ല. കയ്യിലിരിപ്പ് മോശമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നണതാ. അല്ലാതെ ഇത് പെണ്ണുങ്ങൾ കണ്ടുപിടിച്ചോ തട്ടിക്കൊല്ലാനോ. പരിപാടി നിർത്താൻ പോവാ. പോയി ശരിയാ എന്തൊക്കെ കാണണ്ടാകുക പരസ്പരം. കിട്ടി 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 കേട്ടോടി അന്ന വീട്ടിൽ കറ്റൂല. ഏറ്റവും കണ്ടുപിടിച്ച മറ്റേ ഒറ്റ കെട്ടണം. അയ്യോ ദൈവേ, ഞാൻ എന്തൊക്കെയൊക്കെ ഉണ്ടാകുക. പോയി നോക്കിയാലോ അവിടെ. വേണ്ട മോശ കേട്ടാ